ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, നോക്കൂ, തിരുവഞ്ചൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം കുടുംബത്തെ കണ്ട ശേഷം അവർ പറയുന്നത് ഞങ്ങൾ ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്നു എന്നാണ്. ഏത് പാർട്ടി? NM വിജയൻ, അവരുടെ അച്ഛൻ വിശ്വസിച്ച അതേ പാർട്ടി, തന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ച പാർട്ടിയാണ്. എന്തായാലും ശരി, ആ ബാധ്യത ഏറ്റെടുക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് NM വിജയന്റെ വ്യക്തിപരമായ ബാധ്യതയല്ല എന്ന് ആ പാർട്ടിക്ക് ഉറപ്പുണ്ടാകണം. അല്ലെങ്കിൽ പിന്നെ ഏതൊരു കോൺഗ്രസ് നേതാവും ഇങ്ങനെ ഒരു കടബാധ്യതയുണ്ട്, അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റെടുക്കാനുള്ള വിശാല മനോഭാവത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് എത്തിയിട്ടുണ്ടാകണം. നമ്മൾ ഏതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവ് അതിൻ്റെ നേതാക്കന്മാർക്ക് കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തൊരു ചരിത്രം ഈ കേരളത്തിലുണ്ടോ? കോൺഗ്രസ് എന്തുകൊണ്ടാണ് ലജ്ജിച്ച് തലതാഴ്ത്താത്തത് എന്ന് അവരിൽ വിശ്വാസമർപ്പിക്കുന്ന ആളുകളടക്കം ചോദിക്കുന്ന രൂപത്തിലല്ലേ കോൺഗ്രസിൻ്റെ നിലപാട് മുന്നോട്ടേക്ക് പോകുന്നത്? ഇതിൽ ഇപ്പോൾ 2019 നടത്തിയിരിക്കുന്ന അന്വേഷണം സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുകയാണ്, 2019 ഉന്നയിച്ച കാര്യമല്ലല്ലോ ഇപ്പോൾ NM വിജയൻ അദ്ദേഹത്തിൻ്റെ കത്തിനകത്ത് ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന വിഷയം നേരത്തെ ആ സ്ഥാപനം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനം വഹിച്ച സമയത്ത് 32 ലക്ഷം രൂപ അതിനുവേണ്ടി ചെലവ് വന്നിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് നൽകാം എന്ന് നേരത്തെ വാഗ്ദാനം ഉണ്ടായിട്ടുണ്ട്. ഇതിന് പുറമെ 3 തവണ വാങ്ങിച്ചിരിക്കുന്ന കടം സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബാങ്കിലെ BJP ഡയറക്ടറെ 10 ലക്ഷം രൂപ കൊടുത്ത് വശത്താക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഒരു 7 ലക്ഷം രൂപ IC ബാലകൃഷ്ണൻ മത്സരിക്കുന്ന സമയത്ത് കോട കൊടുത്ത 7 ലക്ഷം രൂപയുടെ വലിയ നിലക്കുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ 2 ലക്ഷം രൂപ പണമായിട്ടും 5 ലക്ഷം രൂപയുടെ ചെക്കും കൊടുത്തു എന്ന് കത്തിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അർബൻ ബാങ്കിൽ ജോലിക്ക് വേണ്ടി 10 ലക്ഷം രൂപയെ കൊടുത്തു, ആ വിവരം ഈ കത്തിനകത്ത് പറയുന്നുണ്ട്. KK ഗോപിനാഥൻ മാഷ് മുൻ DCC പ്രസിഡന്റ് 15 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട് കണക്കിനകത്ത് പറയുന്നുണ്ട്. അപ്പം നേരത്തെ ഉന്നയിക്കപ്പെട്ട വിഷയമല്ല ഇത് എന്ന് മാത്രമല്ല, കത്തിൽ 2 സ്ഥലത്തെ പറയുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കോ എൻ്റെ കുടുംബാംഗങ്ങൾക്കോ ഏതെങ്കിലും നിലക്കുള്ള ഒരു ആത്മഹത്യ ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദി ഇതിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നവരും കോൺഗ്രസ് പാർട്ടിയുമാണ് എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ സാർവത്രികമായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു 1.5 മാസക്കാലം മുമ്പ് ചർച്ച ചെയ്തൊരു വിഷയമാണല്ലോ ഇവിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് PPDVയുമായി ബന്ധപ്പെട്ട വിഷയം. അവിടെ ADMൻ്റെ മരണക്കുറിപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. അവർ പ്രസംഗിച്ച കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ആ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് PPDVയെ അറസ്റ്റ് ചെയ്യണം, അവർക്കെതിരെ കേസെടുക്കണം, അവർ രാജിവെക്കണം, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് എത്ര ശക്തമായി വാദിച്ച പാർട്ടിയാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. ആ ധാർമ്മികമായിട്ടുള്ള ഒരു നില തങ്ങളുടെ പാർട്ടിയുടെ നേതാവിനെ ബാധകമാക്കാൻ അവർക്ക് ബാധ്യതയില്ലേ? എത്ര സ്ഥലങ്ങളിലാണ് IC ബാലകൃഷ്ണനെ സംബന്ധിച്ച് ഈ പറയുന്ന കത്തിൽ അദ്ദേഹം പറയുന്നത്? നേരത്തെ പലതവണ ഈ വിഷയം സംബന്ധിച്ച് ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രമാത്രം കൃത്യമായ നിലക്ക് തെളിവുകളോടെ കാര്യങ്ങൾ വന്നിട്ട് ഇപ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് സഹകരണ സ്ഥാപനങ്ങളിൽ ആളുകളെ നിയമിക്കുന്നത് എന്നുള്ളത് പകൽ വെളിച്ച പോലെ വ്യക്തമാക്കുന്ന കാര്യമല്ലേ ഈ കത്തിന് ഭാഗമായിട്ട് വന്നിരിക്കുന്നത്? ഇപ്പം നേരത്തെ ഈ ബാങ്കിൻ്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു, ഇവിടെ ഈ ബാങ്കിൽ നിയമിക്കേണ്ട ആളുകളുടെ ലിസ്റ്റ് 17 പേരുടെ ലിസ്റ്റ് എനിക്ക് നേരത്തെ DCC പ്രസിഡന്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മകനെ 7 കൊല്ലക്കാലം ആ സ്ഥാപനത്തിൽ പണിയെടുത്ത 1/2 നൂറ്റാണ്ട് കാലം വയനാട്ടിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംരക്ഷിക്കുന്നതിനും വളർത്തിയെടുക്കുന്നതിനും എല്ലാ നിലക്കും പാടുപെട്ട വിജയൻ്റെ മകൻ 7 കൊല്ലക്കാലമായിട്ട് ഇവിടെ പണിയെടുക്കുന്ന മകനെ പിരിച്ചുവിട്ട് പകരം ഒരാൾ നിയമിക്കാൻ കത്ത് കൊടുത്തത് വേറെ ആരുമല്ല, ഇതേ IC ബാലകൃഷ്ണനാണ്. DCC അധ്യക്ഷനായിരിക്കുന്ന കാലത്ത്, MLA ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹം പറയുന്നു, DCCയുടെ ട്രഷറാണ് ഞാൻ പോലും അറിയാതെയാണ് അത്തരം ഒരു കത്ത് കൊടുത്തത്. ഇതൊന്നും തെറ്റല്ലെങ്കിൽ വേറെ എന്താ തെറ്റാവുക? ഇവിടെ സാധാരണഗതിയിൽ നിയമപരമായിട്ട് മാത്രം ആളുകളെ തിരഞ്ഞെടുക്കാൻ ബാധ്യപ്പെട്ട ഒരു സ്ഥാനത്ത് കത്ത് കൊടുത്ത് ആളുകളെ നിയമിക്കുക, അതിന് കൈക്കൂലി വാങ്ങുക. പൈസ ഇവിടെ വിജയൻ പറയുന്നുണ്ട്, ഈ PTS എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം സ്വീപ്പർ പോസ്റ്റിന് വേണ്ടിയിട്ട് 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയിരിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നാണക്കേട് നിന്റെ പേരോ കോൺഗ്രസ്? ഇവിടെ ആളുകളെ കോൺഗ്രസ് പ്രവർത്തകരുടെ മക്കളെ അവരെ നിയമിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ച ആളും കോൺഗ്രസ് പ്രധാന നേതാവിൻ്റെ മകളാണ്. അവരെ നിയമിക്കാൻ 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന് കോൺഗ്രസിൻ്റെ DCC ട്രഷറർ അദ്ദേഹത്തിൻ്റെ മരണമൊഴിയിൽ പറയുമ്പോൾ അതെങ്കിലും ഒരു ശരിയല്ലെന്ന് പറയാൻ ഇവർക്ക് തോന്നണ്ടേ? ഇവിടെ അദ്ദേഹത്തിൻ്റെ മകൻ, ജീവിച്ചിരിക്കുന്ന മകൻ്റെ ഭാര്യ ചെന്ന് കണ്ടല്ലോ KPCC അധ്യക്ഷനെ, ചെന്ന് കണ്ടല്ലോ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ. അവരിൽ നിന്ന് തങ്ങൾക്ക് ശരിയായ നിലപാടല്ല, ഞങ്ങളുടെ അനുഭാവപൂർവ്വം സ്വീകരിക്കുന്ന ഒരു സമീപനമല്ല ഉണ്ടായത് എന്ന് പത്രക്കാരെ വിളിച്ച് പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ മകനും മകൻ്റെ ഭാര്യയും. അപ്പോൾ
ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു നിലപാടാണോ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുക്കുന്നത്? പണം വാങ്ങിയിട്ട് ആളുകളെ നിയമിക്കുക, കോഴ വാങ്ങിയിട്ട് ആളുകളെ നിയമിക്കുക, അതുപോലെ അതിനു വേണ്ടിയിട്ട് കത്ത് കൊടുക്കുക, എന്നിട്ട് വരാൻ പോകുന്ന പോസ്റ്റിൽ പണം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് തരാമെന്ന് എഗ്രിമെന്റ് ഉണ്ടാക്കുക, എന്നിട്ട് കൊടുക്കാതിരിക്കുക. പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച ആൾ കെണിയിൽപ്പെട്ട് അദ്ദേഹത്തിന് കത്ത് പറയുന്നുണ്ടല്ലോ, ഞാൻ ഇനി 10 ദിവസം കാത്തു നിൽക്കണമെന്ന് മകനോട് പറഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല അദ്ദേഹം പറയുന്നല്ലോ കത്തിനകത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതുപോലെയുള്ള ഒരു അവമതിപ്പ് തരേണ്ട ഒരു ഘട്ടം എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? ഒരു സന്ദർഭത്തിലുണ്ടായിട്ടില്ലല്ലോ. എന്നിട്ട് അതിനെല്ലാം ന്യായീകരിക്കാൻ ഇപ്പോൾ തെളിവ് വേണം അത്രേ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഫോറൻസിക് പരിശോധന എന്ന് പറയുന്നത് അത് ഒഫീഷ്യലായ ഒരു സംഗതിയാണ്. ഒരു കേസിനകത്ത് ഒരു കേസെടുക്കുമ്പോൾ ആ കത്ത് ആരുടേതാണ് അത് പരിശോധിക്കണ്ടേ, അത് തെളിയിക്കേണ്ടതേ. ആ കത്തിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണ് പരിശോധിക്കണ്ടേ? അങ്ങനെ തയ്യാറാക്കാൻ വേണ്ടി കഴിയൂ. എന്നിട്ട് അത് വരട്ടെ എന്ന് പറയുന്നു കോൺഗ്രസ്. എന്തിനാ കോൺഗ്രസ്? ഈ പറയുന്ന വിജയൻ കോൺഗ്രസ് അല്ലേ, DCCയുടെ ട്രഷറർ അല്ലേ? അദ്ദേഹം പറഞ്ഞ കാര്യം IC ബാലകൃഷ്ണൻ പറയുന്ന പോലെ തന്നെ മുഖവിലക്കെടുക്കാൻ ഉത്തരവാദിത്തമില്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്? ഒരു നാണമില്ലാതെ വന്നിട്ട് അത് ന്യായീകരിക്കുകയാണ് കോൺഗ്രസിന്റെ. ഞാൻ മടങ്ങി വരാം.